അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ. യോ വാട്ട്സ് അപ്പ് ഗായ്സ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഈ ഐറ്റംസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാം. സോ അവര് ഇപ്പൊ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ പോയി ഈ ടൈം മെൻഷൻ ചെയ്ത് കമന്റ് ഇടുക. സോ ഈ രണ്ട് ഐറ്റത്തെ സംബന്ധിക്കുന്ന ഒരു കിടുക്കാച്ചി അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദി ജേർണി. യു വാച്ചിങ് APPEKAZZ. ഇറ്റ്സ് മീ APPEKA ഹിയർ. I'm back. Guys, ഇതാണ് നമ്മുടെ ഐറ്റം. ഇത് കണ്ടിട്ട് ഇപ്പൊ മനസ്സിലായോ ഇതെന്താന്നുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോഴോ? യെസ് ഗൈസ്, ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഫിഷിംഗ് ടാക്കിൾസ് ആണ്. സോ നമ്മൾ ഇന്നൊരു വെറൈറ്റി അൺബോക്സിംഗ് ആണ്. സോ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഡൈവയുടെ ഒരു സ്പിന്നിങ് റീലും അതുപോലെ തന്നെ ഓസ്കായുടെ ഒരു കാസ്റ്റിംഗ് റോഡുമാണ്. സോ ഡൈവയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ആയ നിഞ്ച LT5000C പറഞ്ഞ ഒരു സ്പിന്നിങ് റീലാണ്. ഇത് ഫ്രഷ് വാട്ടറിലും അതുപോലെ സോൾട്ട് വാട്ടറിലും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. രണ്ടും റീലും റോഡും തായ്വാന്റെ ഐറ്റം ആണ്. ഓക്കെ, അതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻ ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ഐറ്റം അൺബോക്സ് ചെയ്യാൻ എടുത്തേക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ സജസ്റ്റ് ചെയ്തായിരുന്നു ഈ ഇലക്ട്രോണിക് സാധനമല്ല മറ്റെന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് അൺബോക്സിങ് ചെയ്യാവുന്നുള്ളത്. സോ ഇന്ന് നമ്മൾ അങ്ങനെ ഒരു അൺബോക്സിംഗ് ആണ് എടുത്തേക്കുന്നത്. സോ നമ്മൾ ഇന്ന് എടുത്തേക്കുന്ന ഐറ്റത്തെ കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. കാരണം നമ്മൾ കൂടുതൽ ഇലക്ട്രോണിക്സിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഈ വക ഫിഷിംഗ് ഐറ്റംസിനെ കുറിച്ച് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. സോ അതുകൊണ്ട് ഈ ഐറ്റം, അതുപോലെ തന്നെ ഈ ഐറ്റം എൻ്റെ അല്ല, എൻ്റെ കസിൻ മേടിച്ചതാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന. പുള്ളിക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുണ്ട്. പുള്ളിയോട് ചോദിച്ചാണ് ഞാൻ ഈ അൺബോക്സിങ്ങിന് വേണ്ടിയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്തത്. നമ്മളിപ്പോ ഫിഷിംഗ് റോഡ് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. നല്ല കിടുക്കാച്ചി 3 മീറ്റർ നീളമുള്ള നല്ലൊരു കിടുക്കാച്ചി ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു റോഡാണ് നമുക്ക് കിട്ടുന്നത്. ഓസ്ക വിയറ്റ്നാം ആണ്. അതുപോലെ തന്നെ ഗൈസ്, ഇത് ടെലസ്കോപ്പിക് റോഡല്ല, 2 സെക്ഷൻ റോഡാണ്. 2 സെക്ഷനായിട്ട് ഇട്ടേക്കുന്നത്. 3 മീറ്റർ ആണ് നീളം 2 സെക്ഷനിലും കൂടെ. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ സ്പിന്നിങ് റീൽ അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യുന്നതിന്റെ കൂട്ടത്തില് ആ ചാനലിന്റെ താഴെ ആ ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി പൊട്ടിച്ചേക്കണേ. തിരിച്ചടിക്കണ ജാതി തന്നെ ഇപ്പൊ ഞമ്മക്ക് പെരുത്തി വിശ്വാസായി. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്ലീസ് ഗൈസ് സപ്പോർട്ട് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സ്പിന്നിങ് റീല്. കൂടത്തില് കുറെ അധികം ഡീറ്റെയിൽസ് അടങ്ങിയ പേപ്പേഴ്സ് ഉണ്ട്. പേപ്പേഴ്സിനകത്ത് മൊത്തം അതിന്റെ സീരിയൽ നമ്പർ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, മെയിൻ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുള്ളത് അതിന്റെ പാർട്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ഇതൊരു ഇലക്ട്രോണിക് ഐറ്റം അല്ല, ഇതൊരു മെക്കാനിക്കൽ ഐറ്റം ആണ്. സോ മെയിൻ്റനൻസ് വളരെ കൃത്യമായി ചെയ്തിരിക്കണം. സോ ഗൈസ്, ഡൈവയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷിമാന പോലെ തന്നെ നല്ല പ്രൊഡക്ട്സ്, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് മെയ്ഡ് ചെയ്യുന്ന ഒരു ജപ്പാൻ കമ്പനിയാണ് ഡൈവ. സോ ഇതിപ്പോ ഇന്റർനാഷണൽ ലെവലിൽ അവൈലബിൾ ആണ്. അതിന്റെ പ്രൊഡക്ട്സ് എല്ലാം ഫിഷിംഗ് ടാക്കിൾസ്, അതുപോലെ തന്നെ ടെന്നീസ്, മറ്റ് സ്പോർട്സ് ഉപകരണങ്ങളും ഇവർ മെയ്ഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ കവർ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ റീൽ എടുക്കുക. ഒരു ബ്ലാക്ക് ഗോൾഡ് ഫിനിഷിംഗ് ആണ് നമ്മുടെ റീലിന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അത് കയ്യിലെടുക്കുമ്പോൾ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇനി റീലിനെ കുറിച്ചുള്ള കുറച്ച് സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയിട്ട് വരാം അല്ലെ. സോ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഐറ്റം ഡൈവ നിഞ്ച LT5000C നിഞ്ച സീരീസ് ആണ്. സോ നമുക്ക് നിഞ്ച സീരീസിന്റെ കുറച്ച് മെയിൻ സ്പെസിഫിക്കേഷൻ നോക്കാവേ. LT ലൈറ്റ് ആൻഡ് ടഫ്, ഗ്രാഫൈറ്റ് എയർ റോട്ടർ, ഗ്രാഫൈറ്റ് ബോഡി, ടഫ് ഡിഗിയർ. സോ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഫുൾ ബോഡി മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഗ്രാഫൈറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചാണ്. ABS സ്പൂൾ, ATD ഡ്രാഗ്, മിഷൻ കിറ്റ്, അലുമിനിയം ഹാൻഡിൽ, സോഫ്റ്റ് ടച്ച് ഹാൻഡിൽ നോബ്. സോ നമ്മുടെ ഹാൻഡിൽ മെയ്ഡ് ചെയ്തേക്കുന്ന മെയിനായിട്ട് അലുമിനിയം വെച്ചാണ്.
നെക്സ്റ്റ് ഇതിന്റെ 5000 കുറച്ച് ഫീച്ചർ നോക്കാം. ഗിയർ റേഷ്യോ വരുമ്പോൾ 5:2:1 ആണ്. അതുപോലെ ബിയറിംഗ് 4 ആണ്. നെക്സ്റ്റ് ഇതിന്റെ ഒരു ലൈൻ കപ്പാസിറ്റി വരുന്നത് 150 മീറ്റർ ആണ്. അതുപോലെ തന്നെ വിഡ്ത്ത് 3.7 മില്ലിമീറ്റർ ആണ്. ടോട്ടൽ വെയിറ്റ് വെറും 250 ഗ്രാമേ ഇതിന് വരുന്നുള്ളൂ. ഡ്രാഗ് വെയിറ്റ് വരുന്നത് 12 കിലോ ആണ് ഗൈസ്, 12 കിലോ. അതുകൊണ്ട് ഗൈസ് നമുക്കിത് ബോത്ത് ഫ്രഷ് വാട്ടറിലും സാൾട്ട് വാട്ടറിലും യൂസ് ചെയ്യാം. വളരെ സോഫ്റ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രാഗ് ആണ്. 12 കിലോ സപ്പോർട്ടാണ്. 12 കിലോ വരെയുള്ള മീനെ നമുക്ക് ഇതുകൊണ്ട് പിടിക്കാൻ പറ്റും. അങ്ങനെ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗൈസ്, അയലമത്തി, ചൂരിക്കാരി, കണവക്കിളിമീൻ, കൂരി, കരിമീൻ, വറ്റവാള, ബ്രാല്, ചുരക്, കൈക്കൂറ, നത്തോലി, മേൽ പറയപ്പെട്ട മിക്ക മീനുകളെയും നമ്മുടെ ഈ ഐറ്റം വെച്ച് നമുക്ക് പിടിക്കാം. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഓക്കെ ഗൈസ്, നിങ്ങൾ അടുത്തതായിട്ട് നോക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് അവൈലബിലിറ്റി അല്ലേ? അവൈലബിലിറ്റി പറയുവാണെങ്കിൽ ഗൈസ്, ഓൺലൈനിൽ എനിക്ക് അത്ര ട്രസ്റ്റ് ചെയ്യില്ല. കാരണം ഓൺലൈനിൽ എത്രമാത്രം വരുന്ന എത്രമാത്രം ജെന്യൂൻ ആണെന്ന് അറിയില്ല. സോ ഇത് ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. ഇതിന്റെ റീലിന് മാത്രം 220 ദിർഹംസും റോഡിന് 120 ദിർഹംസും, ഇതിന്റെ ടോട്ടൽ 370 ദിർഹംസ്. നാട്ടിലെ പൈസ നോക്കുമ്പോഴത്തേന് ഏകദേശം ഒരു 7400 7500 രൂപ രണ്ടിനും കൂടെ മാത്രം വില വരുന്നുണ്ട്. റീല് റോഡിൽ ഫിറ്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. കണ്ടോ, അത് കയറ്റിയിട്ടിട്ട് സ്ക്രൂ ചെയ്താൽ മാത്രം മതി. സോ ഈ റീല് മേടിച്ചപ്പം ആ കടക്കാര് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ തന്നായിരുന്നു. ഒരു 100 മീറ്ററിന്റെ ബ്രൈഡ് ലൈനാണിത്. ഒരു 100 മീറ്റർ നല്ല നല്ല ടഫായിട്ടുള്ളൊരു റൈഡാണ്. 150 മീറ്റർ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ 100 മീറ്ററിന്റെ ഒരു ലൈൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ഫ്രോഗ് നല്ല ഒരു ക്വാളിറ്റിയുള്ള നല്ല ഫ്രോഗാണ്. പിന്നെ ഇതിന്റെ കൂട്ടത്തില് സ്വൈബിൾ സെറ്റും അതുപോലെ തന്നെ ബോബേഴ്സ് കണക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂറസെന്റിന്റെ സ്റ്റിക്സ് ആണ് കേട്ടോ, ബോബേഴ്സ് കണക്ട് ചെയ്യുന്ന. പിന്നെ കൂട്ടത്തില് മെയിനായിട്ട് വരുന്നത് കുറച്ച് ഹുക്സ് ആണ്, വലുതും ചെറുതുമായിട്ടുള്ള കുറച്ച് ഹുക്സ്. ഇത്ര ഐറ്റമാണ് നമ്മുടെ കൂടത്തിൽ കിട്ടിയേക്കുന്നത്. പിന്നെ എനിക്ക് കിട്ടിയേക്കുന്നത് ഈ ഒരു സാധനമാണ്. നല്ല കിലുക്കൊക്കെ ഉണ്ട്, പക്ഷെ എന്താ ഐറ്റം എന്ന് എനിക്കറിയത്തില്ല. എനിക്കൊന്ന് മീൻ അടിച്ചാൽ അറിയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും എന്ന് തോന്നുന്നു. കൃത്യമായി എനിക്കറിയില്ല. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? സോ ഇത്ര ഐറ്റംസ് ആണ് നമ്മുടെ റോഡും റീലും മേടിച്ചപ്പോൾ കൂടത്തിൽ കിട്ടിയത്. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഇല്ല, ടൈം ഉണ്ടല്ലോ. എന്തായി? പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.